അങ്ങനെ സിജോ തിരിച്ചു വന്നിരിക്കുകയാണ്. ടാർഗറ്റ് നോറയാണോ? നോറയുടെ ഏഷണിക്കെതിരെയാണ് വന്ന ഉടനെ തന്നെ സിജോ പ്രതികരിക്കുന്നത്. എന്തായാലും നോറയെ പൂട്ടിക്കെട്ടും. നോറ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സിജോ പറയുന്നുണ്ട്. സിജോ പുറത്തു നിന്ന് എപ്പിസോഡ്സ് കണ്ടിട്ടാണോ വന്നത്? വീട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? സിജോയും കാര്യങ്ങളും എല്ലാം അറിഞ്ഞോ? പറയാം. ലൈവ് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ബിഗ് ബോസ് എല്ലാവരും വീട്ടിൽ രാവിലെ മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ലാഗായിരുന്നു. ഇന്ന് 45th ഡേ ആയതുകൊണ്ട് അതിൻ്റെ എന്താ പറയുക 45 എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തിന് 45 വെച്ചിരിക്കുന്നത് നമ്മൾ ചിന്തിക്കും. 45 ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം മാറ്റിപ്പിടുത്തമാണ്. ഈ സീസൺ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ ആണ്. അപ്പോൾ 50ാമത്തെ ദിവസമാണ് എല്ലാ സീസണിലും സെലിബ്രേഷൻ നടക്കുന്നത്, പകുതി ഡേ ആകുമ്പോഴത്തേക്കും. പക്ഷേ ഈ സീസൺ അങ്ങനെയല്ല, 45ലാണ്. കാരണം ഇത് മാറ്റിപ്പിടുത്തതിൻ്റെ സീസണാണ്, വെറൈറ്റി ആണല്ലോ. അപ്പോൾ 50ാമത്തെ ദിവസം നടത്താനുള്ളത് 45ാമത്തെ ദിവസം വരെ നടത്തുന്നു. ആ ഒരു ലെവലാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും രാവിലെ മോർണിംഗ് ടാസ്ക് അവരുടെ ഈ 45 ദിവസത്തെ എക്സ്പീരിയൻസ് പറയുക എന്നുള്ളത് പോലെ ആയിരുന്നു. അയ്യോ കഥ കേട്ട് 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 ഒരു 10, 11, 11:30 വരെ കഥയായിരുന്നു രാവിലെ 9 മണി തൊട്ട്. അതെല്ലാം കഴിഞ്ഞ് വീട്ടുകാർ ഓരോന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൺഫഷൻ റൂമിൽ സിജോ ഇരിക്കുന്നു. എനിക്കൊരു ഷർട്ടുണ്ട്, സെയിം സിജോ ഇട്ടിരിക്കുന്ന പോലത്തെ സെയിം ഒരു ഷർട്ടുണ്ട്. അപ്പം അതേപോലത്തെ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് സിജോ കൺഫഷൻ റൂമിൽ ഇരിക്കുകയാണ്. സിജോയുടെ കയ്യിൽ പൂക്കൂടെയൊക്കെയുണ്ട്. ബിഗ് ബോസ് ചോദിക്കുകയാണ്, സിജോ എങ്ങനെയുണ്ട്? അപ്പോൾ സിജോ പറയാണ്, ഫിസിക്കലി മെൻ്റലി ഞാനിപ്പോൾ സിംഗിൾ അല്ല, ഡബിൾ അല്ല, ട്രിപ്പിൾ ഓക്കെയാണ്, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ വീട്ടിൽ പുറത്ത് നമ്മുടെ സായും ഋഷിയൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിനകത്ത് സംസാരം, കിച്ചണിലെ ആൾക്കാർ. അപ്പോഴാണ് ബിഗ് ബോസ് പാട്ടിടുന്നു, ലോകത്തിൻ കഥ അറിയാതെ നേരത്തിൻ ഗതി അറിയാതെ. പെട്ടെന്ന് തന്നെ സായി എഴുന്നേറ്റിട്ട് സിജോ 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 തന്നെ സിജോ സിജോ സിജോ. സായിക്ക് ഇങ്ങനെ മനസ്സിലായാന്തോ. നേരെ എല്ലാവരും കൂടി മെയിൻ ഡോറിന് അങ്ങോട്ട് വരുന്നു. അപ്പം പാട്ട് മൊത്തം തീരുന്നു. പാട്ട് മൊത്തം തീരുമ്പോഴാണ് നമ്മുടെ ഡോർ മെയിൻ എൻട്രൻസ് ഇങ്ങനെ തുറന്ന് 2 പേര് വീട്ടിനകത്തോട്ട് കയറുന്നു. അപ്പോൾ സിജോ, അപ്പോൾ നോറ പറഞ്ഞു, ഒന്നുകിൽ സിജോ, ഇല്ലെങ്കിൽ സിബിൻ, ഇല്ലെങ്കിൽ പൂജ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ എല്ലാവരുടെയും ചിന്ത ഇവർ 3 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. അപ്പോൾ മെയിൻ എൻട്രൻസ് തുറക്കുന്നു. ബിഗ് ബോസിൻ്റെ ക്രൂവിൽ നിന്നും കണ്ണ് മാത്രം കാണാം, ബാക്കി മുഖം മൊത്തം ഇങ്ങനെ ചുറ്റി കെട്ടിയിരിക്കുന്ന ആൾക്കാർ, മറച്ചിരിക്കുന്ന ആൾക്കാർ വീടിനകത്തേക്ക് കയറി വരുന്നു. അവരുടെ കയ്യിൽ 2 ഇങ്ങനെ ബാനർ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ വെൽക്കം ബാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് സിജോ തന്നെ, സിജോ സിജോ തന്നെ. ഇനി ഇവർ 2 പേരിൽ ആരെങ്കിലും തന്നെ സിജോ, അല്ല ഇതല്ല, ഇതാണോ, ഇതല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കൺഫഷൻ റൂമിൽ നിന്നും സിജോ ഇറങ്ങുന്നു. താഴെ തൊട്ടിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കിയിട്ട് സിജോ നേരെ വരുന്നു. റസ്മിൻ കാണുന്നു. ഓ വെൽക്കം ബാക്ക്. ഓടിപ്പോയി റസ്മിൻ കെട്ടിപ്പിടിക്കുന്നു, ഗബ്രി കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ അഭിഷേക് ശ്രീകുമാറൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ വൈൽഡ് കാർഡ്സ് അല്ലേ. അപ്പോൾ ഇവർ അഭിഷേക് ശ്രീകുമാറിന് അത്ര വലിയ മൈൻഡില്ല, മാറി ഇവിടെ നിൽക്കുകയാണ്. അപ്പം സിജോ എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ട് അവസാനം എല്ലാവരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അഭിഷേക് ശ്രീകുമാർ സായി കെട്ടിപ്പിടിക്കുന്നു. അഭിഷേക് ശ്രീകുമാറിൻ്റെ അടുത്ത് പറഞ്ഞു, താടി എടുക്കണ്ടായിരുന്നു എന്നെല്ലാം പറയുവാണ് അഭിഷേക് ശ്രീകുമാറിൻ്റെ അടുത്ത്. അപ്പം ഓൾറെഡി എപ്പിസോഡ് സിജോ കണ്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതിനുശേഷം ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു ബിഗ് ബോസ്. എന്നിട്ട് പറയുന്നു, സിജോ ഒരു പൂക്കൂടെ കൈ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള സ്വീറ്റ്സ് ആണ്, മധുരമാണ്, സമ്മാനമാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അടുത്ത് 2 വാക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും സിജോയ്ക്ക് സ്വാഗതം. 2 വാക്ക് പറയൂ. സിജോ പറയാണ്, എനിക്കിവിടെ നിന്ന് 16ാമത്തെ ദിവസം ഇറങ്ങിയ ശേഷം ഇതുവരെ ഞാൻ എൻ്റെ അമ്മയോ പെങ്ങളെയോ ആരെയും തന്നെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അമ്മയെ ഞാൻ കണ്ടിട്ടില്ല, അച്ഛനെ കണ്ടിട്ടില്ല, സഹോദരിയെ കണ്ടിട്ടില്ല, ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ബിഗ് ബോസിൻ്റെ ടീമിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വായിലുള്ള സ്ക്രൂകളെല്ലാം ഇപ്പോൾ അഴിച്ചു. ഇപ്പോൾ ഞാൻ ഓക്കെയാണ്, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ബിഗ് ബോസിൻ്റെ ടീം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ വന്നിവിടെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. 16ാമത്തെ ഡേ ഞാൻ പോയിട്ട് വീക്കെൻഡിൽ വന്ന സമയത്ത് എനിക്കിത് ഇങ്ങനെയാണെന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു. എന്നെ വീട്ടിനകത്തേക്ക് തിരിച്ച് കയറ്റാൻ പറ്റില്ല എന്ന് ആ സമയത്ത് അവർ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെയാണ് ഫീൽ ചെയ്തത്. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് വന്ന ആളാണ് ഞാൻ. റെസ്റ്റ് വേണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ അന്നും ലാലേട്ടൻ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട്, മോനെ സോറി എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ലാലേട്ടൻ്റെ സോറി പറഞ്ഞിട്ട്, അപ്പം ആ കയ്യിൽ പിടിച്ച ആ സംഭവം, അത് ആ ഒരു ആത്മധൈര്യം എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ, അല്ലെങ്കിൽ ഇവിടുത്തെ ബിഗ് ബോസ് ജീവിതത്തിൻ്റെ അവസാനം വരെ എനിക്ക് അത് മാത്രം മതി. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ തീപ്പൊരി ആയിട്ടാണ് ഇവിടെ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്നാൽ ഇത്തവണ ഞാൻ വന്ന തീപ്പൊരിയായിട്ടല്ല, കാട്ടു തീയായിട്ടാണ്. അത് ഞാൻ കത്തിച്ചിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, ഷോ തീരുന്ന ഡേ വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് വീണ്ടും ഡൗട്ട്, പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ല, വീണ്ടും ഡൗട്ട്. ഇപ്പം ഞാൻ ആ കാര്യം ഞാൻ പറയണില്ല. എല്ലാവരും പുറത്തെ കാര്യങ്ങൾ അറിയാണ്. ജാസ്മിൻ അറിഞ്ഞ്, സിബിൻ അറിഞ്ഞ്, റസ്മിൻ അറിഞ്ഞ്. ഇനി ഞാൻ എന്തോന്ന് പറയാൻ? ഞാൻ എന്താ പ്രണമിച്ച് മതിയായി. പുറത്തെ കാര്യങ്ങൾ അറിയുകയോ
അറിയാതിരിക്കുകയോ എന്തോ ആവട്ടെ, ഞാൻ ഹിന്ദി ബിഗ് ബോസ് കാണുമ്പോൾ കാണാൻ തീരുമാനിച്ചു, മാറ്റിപ്പെടുത്തുകയാണല്ലോ. അങ്ങനെ സിജോ പറയുന്നു, ഷോ തീരുന്ന ദിവസമേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എനിക്ക്, അതിനുശേഷം എനിക്ക് ഓപ്പറേഷൻ ചെയ്ത ആളാണ് ഞാൻ, ഹെൽത്ത് പ്രശ്നമുള്ള ആളാണ് ഞാൻ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ലിമിറ്റേഷനുള്ള ആളാണ് ഞാൻ എന്നൊന്നും നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട, നോക്കണ്ട. പുറത്തെ ആൾക്കാരും അങ്ങനെ കരുതി വോട്ട് ചെയ്യാൻ വേണ്ട. ഇത് ബുദ്ധി കൊണ്ടും നാക്കുകൊണ്ടും കളിക്കാനുള്ള ഗെയിമാണ്. എനിക്കിപ്പോൾ ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ ആരുടെ സഹതാപത്തിൻ്റെ വോട്ടൊന്നും വേണ്ട. എൻ്റെ പൊന്നെ പോയിൻ്റാണ് ഇതെല്ലാം, സിജോയുടെ പോയിൻറ്റ്സ് വീണ്ടും. അപ്പോൾ എനിക്ക് സഹതാപത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള ലെവലിൽ എടുത്തു പറയുന്നില്ല എങ്കിൽ കൂടെ ഈ സാധനമാണ്. എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഓപ്പറേഷൻ ചെയ്ത ആളാണ്, കഴിക്കാത്ത ആളാണ്, അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ അങ്ങനെ ഒരു പരിഗണന എനിക്ക് വേണ്ട. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കുണ്ടാക്കും, ചീത്ത വിളിക്കും, പലതും പറയും. പക്ഷേ ഈ പ്ലാറ്റ്ഫോമിന് ഒരു വാല്യൂ ഉണ്ട്, അതാരും കളയരുത്. പിന്നെ നമ്മൾ നമ്മുടെ പ്ലാൻസ് തെറ്റി ഇതിനകത്ത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും. അത് കാണുമ്പോൾ ഇപ്പം ഇവിടെ നടന്ന ഒരു ഇൻസിഡൻറ്റ്, അപ്പോൾ ഇത് കാണുമ്പം ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാനിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ പേടിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമോ, അല്ലെങ്കിൽ അവരെ വിടാനിരിക്കുന്ന അവരുടെ വീട്ടുകാരെ പേടിക്കും, ഭാര്യയെ വിടാൻ ഭർത്താവ് പേടിക്കും, ഭർത്താവിനെ വിടാൻ ഭാര്യ പേടിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനി ആരെയും ഫിസിക്കലായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാനിവിടെ നിന്ന് പോയപ്പോൾ പലരും പറഞ്ഞിരുന്നു ഞാൻ നന്മ മരമാണെന്ന്. ആരാണ് പറഞ്ഞത്? നോറയാണ്. പേര് പറഞ്ഞില്ല, നോറ പറഞ്ഞിരുന്നു അയാൾ വലിയ നന്മമരം കളിച്ചോടെ ഇരിക്കാമല്ലോ, എന്തിനാ അയാളിപ്പോൾ സോറി പറഞ്ഞത്, അയാൾക്ക് പുറത്തുനിന്ന് വോട്ട് കിട്ടാൻ അയാളുടെ ഒരു ബുദ്ധിയെ എന്ന് സിജോ ഇറങ്ങിയ ദിവസം നോറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിജോ പുറത്ത് പോയിട്ട് ആ എപ്പിസോഡ് കണ്ടു എന്നുള്ളതിനൊരു തെളിവാണത്. അപ്പം നന്മ മരം എന്നിവിടെ പലരും പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ നന്മയുള്ള മരം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം, തിന്മയുള്ള മരം എന്നല്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. പക്ഷേ അത് നോറയ്ക്ക് എടുത്ത് നോറ അതിന് ചിരിക്കുന്നുണ്ട്, നോറയെ തന്നെ സൂം ചെയ്ത് ബിഗ് ബോസ് കാണിക്കുന്നുമുണ്ട്. എന്നിട്ട് സിജോ പറയണേ, ഞാൻ കോളേജിലെ ഉഡായിപ്പിൻ്റെ അങ്ങേ അറ്റം വരെ ഏത് വരെ കാണിക്കാൻ പറ്റുമോ അങ്ങേ അറ്റം വരെ ഞാൻ കാണിച്ചിട്ടുള്ള ആളാണ്. ഞാനൊരു അധ്യാപകനാണ്, പക്ഷെ അതൊന്നും അല്ല, ഞാനിവിടെ വേറെ ഗെയിം കളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അന്നത്തെ ആ ഇൻസിഡൻറ്റിന് ശേഷം ഈ പ്രോബ്ലം ഞാൻ എങ്ങനെ ഫൈറ്റ് ചെയ്യും എന്നുള്ള ഒരുപാട് ചിന്തകളെല്ലാം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ജയിക്കാൻ വേണ്ടി തന്നെയാണ്. ഏതറ്റം വരെയും ഞാൻ ജയിക്കാൻ വേണ്ടി പോകും. ഫിസിക്കലി ഫിറ്റ് അല്ല എന്നാരും കരുതണ്ട. ഞാൻ ഓപ്പൺ ചലഞ്ച് എല്ലാവരുടെ അടുത്തും വെക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ ഗെയിം കളിച്ച് എന്നെ നിങ്ങൾ തോപ്പിച്ച് നോക്കൂ എന്ന് പറയുകയാണ് സിജോ. അപ്പോൾ ഇത്രയാണ് സിജോ സംസാരിക്കുന്നത്. അതിനുശേഷം ബിഗ് ബോസ് ശ്രീധുവിൻ്റെ അടുത്ത് പറയുന്നു, ശ്രീധു സിജോയെ ഏത് ടീമിലാണ് ഇടാൻ പോകുന്നത്, ആളംഗ സംഖ്യ കുറഞ്ഞിടത്തൊക്കെ ഒന്ന് നോക്കുക കേട്ടോ എന്നുള്ള ലെവലിലൊന്നും അറിയണം. അതായത് ഏത് ടീമിൽ പിടിച്ചിടാൻ, ജാസ്മിൻ്റെ ടീമിൽ പിടിച്ചിടാനാണ്. പക്ഷേ ആ ടീമിൽ ഇടണമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു ജാസ്മിൻ സിജോ കോംബോയാണ്. കാരണം അവർ രണ്ടുപേരുടെ നിന്ന് കഴിഞ്ഞാൽ വീടിനെ ഇളക്കി മറിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. കാരണം ഈ ജാസ്മിൻ എന്ന് ഞാൻ ജാസ്മിൻ്റെ കാര്യം ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്നെ പഠിച്ച് ഉളപ്പിക്കാറാക്കും, വേണ്ട, അവിടെ ഇരുന്നോട്ട്. അപ്പം ആ ടീമിലായി കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് അവർ രണ്ടുപേരുടെ ഒരു പ്ലേ വരുമ്പോൾ സൂപ്പർ ആയിരിക്കും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം പക്ഷേ ശ്രീധു പറയാണ്, ഞാൻ നെസ്റ്റിലേ ഇടുന്നുള്ളൂ, നെസ്റ്റിൽ നിന്നല്ലേ നിങ്ങൾ വന്നത്, അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങും. അപ്പോൾ ഞാൻ വന്നതിൻ്റെ ബാക്കി ആ ദിവസം മുതൽ തന്നെ ഞാൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നെസ്റ്റിൽ ഇപ്പോൾ ഉള്ളത് റസ്മിനുണ്ട്, അർജുനുണ്ട്, അപ്സരയുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ സിജോയും കൂടി വീണ്ടും വന്നിരിക്കുന്നത്. അതിനുശേഷം അതെല്ലാം കഴിയുന്നു. സിജോ വീട്ടുകാരുടെ അടുത്ത് വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജാസ്മിനും അഭിഷേക് ജയദീപും കൂടെ സംസാരിക്കും. അഭിഷേക് ജയദീപ് ക്യാബേജ് എന്തോ വരുന്ന അറിയുകയാണ്. അപ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ്, എടാ ഇവിടുത്തെ കോമ്പോസ് ഒക്കെ പുറത്ത് വർക്കല്ലേ? ആ കുറച്ചൊക്കെ. ഇതിനകത്ത് സിജോയുടെ ഒരു കോംബോ ഉണ്ടായിരുന്നില്ലേ? സിജോയുടെ കോംബോയാ ഏത്? ഇവിടെ അങ്ങനെ ഒരു കോംബോ ഉണ്ടായിരുന്നു, ശ്രീധുവും സിജോവും കൂടെ ആയിട്ടുള്ള, അത് പുറത്ത് വന്നോ? എന്തോ ഞാൻ അതൊന്നും കണ്ടിട്ടില്ലേ എന്ന് അഭിഷേക് ജയദേവ് മറുപടി പറയാണ്. അപ്പം ഇത്രയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ ട്വിസ്റ്റുകളും ടേൺസൊക്കെ വരാനുണ്ട്. നമുക്ക് നോക്കിയിരിക്കുക എന്താണെന്നുള്ളത്. ഞാനും ഒന്നും അറിഞ്ഞിട്ടില്ല, ഇനി ഒന്നും ഇല്ലേ എന്നുള്ള കാര്യം അറിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. സിജോ എൻട്രി ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് നോറ തന്നെയായിരിക്കും, നോറയുടെ ഏഷണി. നോറ എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം പൊളിച്ച് വിട്ടിരിക്കുകയാണ് സിജോ. വന്ന ഉടനെ തന്നെ കളി തുടങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. സിജോക്ക് പറയും പോലെ അവരൊക്കെ സിജോയും സായിയൊക്കെ ഇൻഫ്ലുവൻസേഴ്സാണ്. അപ്പോൾ ഇവർക്ക് നേരത്തെ അറിയാമായിരിക്കാം ഒരു പക്ഷേ, കാരണം ഇവരൊക്കെ ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്, യൂട്യൂബേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാമായിരിക്കും. അപ്പോൾ ഇവർക്കൊക്കെ എഗെയിൻസ്റ്റ് നിന്ന് കളിക്കുമോ? സിബിൻ എവിടെ പോയി? ഞാൻ ഉടനെ അന്വേഷിച്ചിട്ട് പറയാം സിബിൻ എവിടെയാണെന്നുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. സിജോ വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്? ആ മാറ്റങ്ങൾ ഫസ്റ്റ് ഇംപ്രഷനിൽ നിങ്ങൾക്ക് കിട്ടിയോ? എങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ബിഗ് ബോസിന് അപ്ഡേറ്റുമായിട്ട് വരാം. ലൈവിൽ ഇപ്പോൾ സിജോ അവിടെ തകർക്കുമായിരിക്കും. ഞാൻ ലൈവ് കണ്ട് നിർത്തിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ചെയ്യാൻ വന്നത്. കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്ഡേറ്റ്സ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് അറിയിക്കാം. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഞാൻ വന്ന് അറിയിക്കാം. അപ്പോൾ അതുവരെ നിങ്ങൾ സ്റ്റേ ട്യൂൺഡായിട്ടിരിക്കുക. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും
ബൈ ബൈ, ടേക്ക് കെയർ.